നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് പത്തനാപുരത്ത് തുടക്കം. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം.പി ഉദ്ഘാടനം ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചടയമംഗലം പോരേടം തെരുവിൽ ഭാഗം സ്വദേശി അനീഷാണ് അറസ്റ്റിലായത്. പത്തനാപുരത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. കിഴക്കേ ഭാഗം സ്വദേശി പ്രസാദാണ് മരിച്ചത്. ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് പത്തനാപുരത്ത് തുടക്കമായി. ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം.പി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് പത്തനാപുരത്ത് തുടക്കമായി. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് എം.പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിശ്ചയമായും നമ്മുടെ സമൂഹത്തിൽ പരിഗണന ലഭിക്കേണ്ട ഒരു വിഭാഗം തന്നെയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഉപജീവനം നടത്തുന്ന ഒരു മേഖലയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് മേഖല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനവുമായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സിന് എല്ലാവിധമായ സംരക്ഷണവും നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ട്. അതോടൊപ്പം നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ തീർച്ചയായും നമ്മുടെ ഭരണകർത്താക്കൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സിഒഎ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് പിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുരളീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് ആമുഖ പ്രസംഗം നടത്തി. രാഷ്ട്രീയം പറയുമ്പോൾ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് പലപ്പോഴും വേദിയാകുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ചില മാധ്യമങ്ങൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഡിബേറ്റിലിരിക്കുന്ന കുറച്ചാളുകളെ സപ്പോർട്ട് ചെയ്യുകയും കുറച്ചാളുകളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു കാലാകുന്നു എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങളാണ് ഇത്രത്തോളം അതപ്പതിച്ചു പോകുന്നത്. അവിടെയാണ് ഈ കഴിഞ്ഞ 25 വർഷമായി ഈ സമൂഹത്തോടൊപ്പം നിന്ന് ഉപജീവനമാർഗം നയിക്കുന്ന കേരളത്തിലെ ഏതാണ്ട് 5000-ഓളം വരുന്ന കേബിൾ ടിവി ഓപ്പറേറ്റർമാരും 1,00,000-ലധികം വരുന്ന ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒക്കെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഞങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ കടന്നു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി.ബി. സുരേഷ്, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ്. തുളസി, വൈസ് പ്രസിഡന്റ് നസീമ ഷാജഹാൻ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരിക്കത്തിൽ കെ. തങ്കപ്പൻപിള്ള, ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ്. വേണുഗോപാൽ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസി ജിജി, ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി എസ്. രാജേഷ്, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് ബാബു, കെ. അനിൽകുമാർ, സുരേഷ് കലയം, സിഒഎ കൊല്ലം ട്രഷറർ മുരളീധരൻ പിള്ള, വൈസ് പ്രസിഡന്റുമാരായ കുര്യാക്കോസ് വൈദ്യർ, ലുലു, ജോയിന്റ് സെക്രട്ടറിമാരായ ഇ. നൌഷാദ്, ടി. വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ സാജൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിന് 40 കോടിയുടെ ബജറ്റ്. ലൈഫ് ഭവന പദ്ധതിക്ക് ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്.
കാർഷിക മേഖലയ്ക്കും പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. നെറ്റ് സീറോ കാർബൺ പഞ്ചായത്തായി ശൂരനാട് തെക്ക് പഞ്ചായത്തിനെ മാറ്റാനുള്ള പദ്ധതി ബജറ്റ് ലക്ഷ്യമിടുന്നു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിനെ നെറ്റ് സീറോ കാർബൺ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പദ്ധതികളുമായി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയുടെ സുസ്ഥിര വികസനത്തിന് വിപുലമായ പദ്ധതികൾ ബജറ്റിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നെൽകൃഷി, പച്ചക്കറി കൃഷി, ഏത്തവാഴ കൃഷി, വീട്ടുമുറ്റത്തെ പച്ചക്കറി, കുറ്റിക്കുരുമുളക് വിതരണം, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി, പോത്തുകുട്ടി വിതരണം, പശു വളർത്തൽ, മുട്ടക്കോഴി വളർത്തൽ തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. സ്ത്രീകൾക്കായി ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾ, കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കായി റിവോൾവിംഗ് ഫണ്ട്, ജെൻഡർ റിസോഴ്സ് സെന്റർ, കൗമാര നൈപുണ്യ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി തുക മാറ്റി വെക്കേണ്ടതുണ്ട്. കൂടാതെ കുടുംബശ്രീ വഴി മഴവെള്ള സംഭരണി, സോപ്പിറ്റ് എന്നിവ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിതരണം നടത്തുന്ന പ്രത്യേകം യൂണിറ്റിലെ പ്രവർത്തനങ്ങൾക്കായും പ്രത്യേകം തുക നീക്കിവെച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷാ പരിപാടികളുടെ ഭാഗമായി ആർദ്രം പദ്ധതി വഴി 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കും. ലൈഫ് പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തി. അഗതിരഹിത കേരളം പദ്ധതിക്കായും വിശപ്പുരഹിത ഗ്രാമം, ജനകീയ ഹോട്ടലിനും വാതിൽപ്പടി സേവനത്തിനുമായി പ്രത്യേകം തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് പോഷകസമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുന്നതിനും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കും തുക വകയിരുത്തി. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും പുതിയ MCFകൾ സ്ഥാപിച്ചും ജൈവമാലിന്യ സംസ്കരണോപാധികൾ വിതരണം ചെയ്യാനും ബജറ്റ് നിർദ്ദേശിക്കുന്നു. 39,81,51,556 രൂപ വരവും 38,83,29,654 രൂപ ചെലവും 98,21,882 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VC രാജിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമുള്ള 4ാമത്തെ ബഡ്ജറ്റാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ മഹത് വ്യക്തികളെ നന്ദിയോടെ സ്മരിക്കുന്നു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക ബഡ്ജറ്റ് ഏറെ ശ്രദ്ധയോടെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയ ഭരണസമിതി അംഗങ്ങൾക്കും വിവിധ വിഷയ വിദഗ്ധർക്കും സ്ഥാപന മേധാവികൾക്കും ജീവനക്കാർക്കും വിശിഷ്യ ധനകാര്യ സ്ഥിര സമിതിയിലെ ഏറെ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ശ്രീജ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. പോരുവഴി വെൺകുളമേലായിൽ കൊയ്യാനിറങ്ങിയത് കുട്ടി കർഷകർ. പരവട്ടം SKV LPSലെ വിദ്യാർത്ഥികളാണ് കൊയ്യാനിറങ്ങിയത്. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ കൃഷി ഇറക്കിയത്. LPSലെ കുട്ടികളുടെ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ പച്ചക്കറി കൃഷി തുടങ്ങി. അതിൻ്റെ ഭാഗമായി തുടർച്ചയായി നെൽകൃഷി, കുട്ടികൾക്ക് ആ കൃഷിയിലുള്ള താല്പര്യവും അന്യം നിന്നു പോകുന്ന കൃഷിയോടുള്ള ആഭിമുഖ്യം കുട്ടികൾക്ക് വളർത്തുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് ഇതെല്ലാം കണ്ടും പരിചയിച്ചും മുന്നോട്ട് വരുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ്. ഇന്നതിൻ്റെ കൊയ്ത്തുത്സവമാണ് നടക്കുന്നത്. മനനിറച്ച് പൂത്തുലഞ്ഞ കതിരോലകൾ കൊയ്തെടുക്കാൻ പണിയാളരുടെ വേഷത്തിൽ കൊയ്ത്തരിവാളും കൊയ്ത്തുപാട്ടിന്റെ ഈരടികളുമായി പാടത്തേക്കിറങ്ങിയ കുട്ടിക്കർഷകർ കാണികളിൽ കൗതുകമുണർത്തി. വരും തലമുറയ്ക്ക് കൃഷിപാഠം പകർന്നു നൽകുന്ന നേർക്കാഴ്ചയാണ് പോരുവഴി വെൺകുളം ഏലായിലെ പാടശേഖരത്ത് കുട്ടിക്കർഷകർ പാകി വളർത്തിയ 100 മേനി വിളവിന്റെ തലയെടുപ്പിൽ സ്വർണ്ണവർണ്ണം വിതറിയ കതിർമണികൾ. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരമാണ് പോരുവഴി പരവട്ടം SKV LP സ്കൂളിലെ കുട്ടിക്കർഷകർ പാടത്ത് വിത്തെറിഞ്ഞത്. പഠനത്തോടൊപ്പം അല്പം കൃഷി കൂടി എന്ന ആശയത്തിന് അധ്യാപകരും ജീവനക്കാരും PTA കമ്മിറ്റിയും ഒത്തൊരുമിച്ചപ്പോൾ കൃഷിയിൽ കുട്ടികൾ വിജയഗാഥ രചിക്കുകയാണ്. വെൺകുളം പാടത്ത് 2 ഏക്കറിലാണ് SKV LP സ്കൂളിലെ കുട്ടിക്കർഷകരുടെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തിയത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് നിർവഹിച്ചു. കഴിഞ്ഞ ടേണ് പച്ചക്കറി കൃഷി നടത്തി ഏറ്റവും കൂടുതൽ വിളവെടുത്ത ഒരു സ്കൂളാണ് SKV LPS. അവർക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം കർഷക ദിനത്തിലെ അവാർഡും കിട്ടിയ ഒരു സ്കൂളാണ് SKV LPS. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സന്തോഷം. അവിടുത്തെ കുട്ടികളെല്ലാം ഒറ്റക്കെട്ടായി, അവിടുത്തെ PTA പ്രസിഡന്റ് അങ്ങനെയുള്ളവർ, അധ്യാപകർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കാവുന്ന ലക്ഷ്യത്തോടുകൂടി ചെയ്തു വരുന്നത്. അതിന് ആ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും അതിൻ്റെ PTA കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകം പോരുവഴി പഞ്ചായത്തിൻ്റെ പേരുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. PTA പ്രസിഡന്റ് അരുൺ അധ്യക്ഷത വഹിച്ചു. പ്രഥമ അധ്യാപിക ശ്രീലത, സജീവ്, ശ്രീകല, ഷൈമ തുടങ്ങിയവരും രക്ഷിതാക്കളും അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചടയമംഗലം പേരേടം തെരുവിൽ ഭാഗം സ്വദേശി അനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 28-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്.
ഭാര്യ വീട്ടിലില്ലാതിരുന്ന സമയത്ത് വീട്ടിലെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് യുവാവിന്റെ അറസ്റ്റ്. പീഡനത്തിന് ശേഷം യുവാവിന്റെ ഭീഷണിയെ തുടർന്ന് പെൺകുട്ടി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. കഴിഞ്ഞ മാസം 28-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഭാര്യ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബലം പ്രയോഗിച്ച് അനീഷ് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ്. മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന പെൺകുട്ടിയെ പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി യുവാവ് ഭീഷണിപ്പെടുത്തി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂൾ കൗൺസിലറോട് വിവരം പറയുകയും സ്കൂൾ കൗൺസിലർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ പീഡന വിവരം അറിയിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ ചടയമംഗലം പോലീസിന് വിവരം കൈമാറി. ചടയമംഗലം പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി യുവാവിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. പോലീസ് പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ പ്രതിയെ കഴിഞ്ഞ ദിവസം വൈകിട്ട് പോരേടത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പീഡനത്തിനിരയായ പെൺകുട്ടിയെയും ബന്ധുക്കളെയും പ്രതി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചടയമംഗലം SHO ശിവകുമാറിന്റെ നേതൃത്വത്തിൽ SI മനോജ്, SI പ്രിയ, പോലീസ് ഓഫീസർമാരായ സനൽ, അനീഷ് എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ONV അനുസ്മരണത്തിന്റെ ഭാഗമായി അമൃത നിർജ്ജരി പരിപാടി സംഘടിപ്പിച്ചു. ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നെല്ലിമര ചുവട്ടിലാണ് പരിപാടി നടത്തിയത്. ONVയുടെ ഗാനങ്ങളും കവിതകളും ആലപിച്ചു. പ്രൊഫസർ ONV കുറിപ്പിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നെല്ലിമരച്ചോട്ടിൽ അമൃത നിർജ്ജരി എന്ന പരിപാടി സംഘടിപ്പിച്ചത്. കുരീപ്പുഴ ഫ്രാൻസിസ് രചിച്ച ONV കവിത കുട്ടികളും അധ്യാപകരും ചേർന്ന് ചൊല്ലി. മൂന്നക്ഷരം കൊണ്ടു നീ മലയാളത്തിൻ സ്വന്തമായി ONV എന്നു പറയുമ്പോൾ ഞങ്ങൾ തൻ മാനസ തമ്പുരു ശ്രുതി മീട്ടിടും. ONV എന്നു പറയുമ്പോൾ ഞങ്ങൾ തൻ മാനസ തമ്പുരു ശ്രുതി മീട്ടിടും. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകൾ ഇങ്ങനെ ഊഞ്ഞാലാടുന്ന ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഏറെ വൈകാരികതയുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഓർക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ആ ഗാനം ഇവിടെ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുമ്പോൾ ഈ നെല്ലിമരച്ചൂടൊക്കെ പട്ടുപോയ കാലത്ത് അദ്ദേഹം ശതാബ്ദി സ്കൂളിൻ്റെ 100 വർഷങ്ങൾ ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ എത്തിയപ്പോഴാണ് വീണ്ടും അദ്ദേഹം തന്നെ ഒരു നെല്ലി ഇവിടെ നടുകയുണ്ടായി. അതിന് സാന്നിധ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇന്ന് വീണ്ടും ഒരു നെല്ലിമര ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതും ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തുമ്പോൾ മഹാനായ ONV രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്കുമെല്ലാം അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഓർക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. PTA പ്രസിഡന്റ് ബീന ജെ അധ്യക്ഷത വഹിച്ചു. ONVയുടെ 35ലധികം ഗാനങ്ങളും കവിതകളുമാണ് ആലപിച്ചത്. SMC ചെയർമാൻ MJ ജയകുമാർ, പ്രിൻസിപ്പൽ അർച്ചന P, പ്രഥമാധ്യാപിക അനിത TK, സീനിയർ അസിസ്റ്റന്റ് സുഖിത BK, M ജയജിത്ത്, A ഷാനവാസ്, സരിത GS തുടങ്ങിയവർ പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന കുരീപ്പുഴ ഫ്രാൻസിസിനെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ആദരിച്ചു. ഭൂമിക്കൊരു ചരമഗീതവും സ്നേഹാക്ഷരങ്ങളും നൊമ്പരങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം അവസാനം പറഞ്ഞ പോക്കെന്ന കവിതയ്ക്കകത്ത് ഈ പോക്കിനകത്ത് പറയുന്നത് വന്നു ചേർന്നതും പോയതും എല്ലാം ഓർമ്മകളായി അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അവസാനം ചെന്ന് ചേർന്നെന്ന് പറഞ്ഞു. ആ ഓർമ്മകളാണ് എന്നും നമ്മളെ നിത്യജീവിതത്തിലേക്ക് സന്തോഷത്തോടും സ്വീകാര്യമായി ജീവിക്കാൻ അനുവദിക്കുന്നത്. ചവറ കോളേജിലെ അധ്യാപകരായ ഡോക്ടർ സുനിൽ, ബൈജു, അല്ലമീൻ സ്കൂളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ONVയുടെ ഗാനാലാപനവും ദൃശ്യാവിഷ്കാരവും പരിപാടി വർണ്ണാഭമാക്കി. ന്യൂസ് ബ്യൂറോ, ചവറ. മൈനാഗപ്പള്ളി കടപ്പ ഗവൺമെന്റ് LVHSൽ വാർഷികാഘോഷം നടത്തി. മൽഹാർ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സായാഹ്നം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ S. കല്ലേലി ഭാഗം ഉദ്ഘാടനം ചെയ്തു. മൈനാഗപ്പള്ളി കടപ്പ ഗവൺമെന്റ് LVHSന്റെ വാർഷികാഘോഷ പരിപാടിയായ മൽഹാറിന്റെ ഭാഗമായാണ് പ്രതിഭ സായാഹ്നം സംഘടിപ്പിച്ചത്. നിങ്ങളുടെ ഈ ഒരു പരിപാടി നല്ല രീതിയിൽ പോട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളൊരു കിറ്റും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ കേട്ടോ, അത് കണ്ടിട്ട് വേണം പോകാൻ കേട്ടോ. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ S. കല്ലേലി ഭാഗം ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ അഡ്വക്കേറ്റ് PS. സുനിൽ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ A. അൻസർ സ്വാഗതം പറഞ്ഞു. മുൻ അധ്യാപകൻ N. വിജയകുമാർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാജി രാമചന്ദ്രൻ, ബിന്ദു മോഹൻ, M. സതീശൻ, S. ആരോമൽ, P. പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
ഇരവിപുരം മണ്ഡലത്തിലെ ഡെങ്കിപ്പനി മേഖലകൾ അണുവിമുക്തമാക്കി യൂത്ത് കോൺഗ്രസ്. ഇരവിപുരം തെക്കേവിള ഡിവിഷൻ കൗൺസിലർ സുനിൽ ജോസ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഇരവിപുരം മണ്ഡലത്തിലെ തെക്കേവിള ഡിവിഷനിലെ ഡെങ്കിപ്പനി മേഖലകളിലാണ് യൂത്ത് കോൺഗ്രസ് ഇരവിപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും കാക്കത്തോപ്പ് KCYM സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അണുവിമുക്തമാക്കിയത്. വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഇരവിപുരം തെക്കേവിള ഡിവിഷൻ കൗൺസിലർ സുനിൽ ജോസ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ കാക്കത്തോപ്പ് മേഖലയിൽ ഡെങ്കിപ്പനി വളരെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കാക്കത്തോപ്പ് മേഖലയാണ്. അത് ഈ തോടിൻ്റെയും മറ്റ് തോട്ടിലെ വെള്ളം ഒഴുകാത്തതിൻ്റെതും മറ്റു കാര്യങ്ങളുമായിട്ടാണ് ഇങ്ങനെ ഡെങ്കിപ്പനിയുടെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഡിവിഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോഗിങ്, മറ്റു മരുന്നടി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ മേഖലയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മളോട് കൂടെ നല്ലതുപോലെ സഹകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കാക്കത്തോപ്പ് KCYMന്റെ നേതൃത്വത്തിലും ഒരു ശുചീകരണ പ്രവർത്തനം ഇവിടെ നടത്തണമെന്ന് ഡിവിഷൻ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നേ ദിവസം ഈ ഒരു യജ്ഞം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു ശുചീകരണ പ്രവർത്തനം നടത്തി അത് ഇപ്പോൾ നടത്തുന്നത് മാത്രമല്ല, നമ്മൾ വീണ്ടും വരും ദിവസങ്ങളിൽ കൂടി നടത്തും എന്നാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് ഇരവിപുരം അധ്യക്ഷനായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് കുറച്ചു കാലങ്ങളായി ഡെങ്കിപ്പനി ബാധിതമായി ഒരുപാട് കേസുകളുണ്ട്. നിരന്തരം ഡെങ്കിപ്പനികൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസമായി ഇവിടുത്തെ കൗൺസിലറും നമ്മുടെ ഡിവിഷന്റെ പ്രസിഡന്റും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നാണ് ഇവിടെ ഇത്രയും ദിവസം പല പ്രവർത്തനങ്ങളും ചെയ്തു. മെഡിക്കൽ ക്യാമ്പ് പോലുള്ള പ്രവർത്തനങ്ങൾ, ശുചീകരണ പരിപാടികൾ നേരത്തെയും ചെയ്തു. മെഡിക്കൽ കിറ്റുകൾ നൽകി ഇങ്ങനെയുള്ള തുടർന്നുള്ള എല്ലാ മാതൃകപരമായിട്ടുള്ള പരിപാടികളും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. വ്യാപാരി വ്യവസായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് ഷാനൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനൂപ് വിൽസൺ മുണ്ടയ്ക്കൽ, മണ്ഡലം പ്രസിഡന്റ് സെയ്ദലി, ഡിവിഷൻ പ്രസിഡന്റ് മാർക്കൻ അജു ആന്റണി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അഭിനന്ദ്, റെജിമോൾ, സംഗീത്, പത്മജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കിഴക്കേ ഭാഗം പ്രീജ ഭവനിൽ പ്രസാദാണ് മരിച്ചത്. പത്തനാപുരം നെടുമ്പറമ്പിലുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പ്രസാദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നെന്നാണ് റിപ്പോർട്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ കലഞ്ഞൂർ ശ്രീകൃഷ്ണവിലാസത്തിൽ വിജയൻ, യാത്രക്കാരി കലഞ്ഞൂർ കീഴൂട്ടുപുത്തൻ വീട്ടിൽ ഓമനയമ്മ എന്നിവർക്ക് സാരമായി പരിക്കേറ്റു. ഇവർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രസാദ് പത്തനാപുരത്ത് ചന്തയിലെത്തി വീട്ടിലേക്ക് മടങ്ങി പോകവെയായിരുന്നു അപകടം. മറ്റൊരു ഇരുചക്രവാഹന യാത്രികനെ രക്ഷിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ പ്രസാദിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. പൊന്നമ്മയാണ് ഭാര്യ. മക്കൾ പ്രീജ. മൃതശരീരം പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സംസ്കാരം വിദേശത്തുള്ള മകൾ എത്തിയ ശേഷം നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവിധ നിക്ഷേപ പദ്ധതികളുടെ ഉദ്ഘാടനവും ആദരവും നടത്തി. തഴവ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിലാണ് നിക്ഷേപ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. മുതിർന്ന കർഷകനെയും യുവ കർഷകരെയും ആദരിച്ചു. തഴവ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ റെക്കറിംഗ് നിക്ഷേപ പദ്ധതി ഉൾപ്പെടെ വിവിധ നിക്ഷേപ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് തഴവയിലെ മുതിർന്ന കർഷകരെയും മികച്ച യുവ കർഷകരെയും ആദരിച്ചു. സംഘം ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി തഴവ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. യുവ കർഷകനുള്ള പുരസ്കാരം നിഹാദ് റഹ്മാന് സമ്മാനിച്ചു. സംഘം പ്രസിഡന്റ് മണിലാൽ എസ് ചക്കാലിത്തറ അധ്യക്ഷത വഹിച്ചു. ഇതേ കാലയളവിൽ തുടങ്ങിയ കരുനാഗപ്പള്ളി താലൂക്കിൽ ഇതേ കാലയളവിൽ തുടങ്ങിയ 5 അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘങ്ങളുണ്ട്. അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഞാനത് പറയാനുള്ള കാരണം, തുടങ്ങിയ ആദ്യ വർഷം മുതൽ നാളിതുവരെയുള്ള വർഷം വരെ എല്ലാ വർഷവും ഈ സംഘം ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വളരെ വലിയ ഒരു ചരിതാർത്ഥ്യം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 രൂപയുടെ പോലും ബാധ്യതയില്ലാതെ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പുതുതായിട്ടൊരു സഹകരണ സംഘം തുടങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ 13 വർഷങ്ങൾക്ക് മുൻപ് 2013 അല്ലെ 11 വർഷങ്ങൾക്ക് മുമ്പ് 2013 അന്നത്തെ വ്യോമയാന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ KC വേണുഗോപാലാണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചത്. നമുക്കറിയാം, അന്ന് ആര് ഉദ്ഘാടനം നിർവഹിച്ചതുകൊണ്ടോ ആര് ഭരണസമിതിയുടെ ഭാരവാഹിത്വം വഹിച്ചതുകൊണ്ടോ ഒരു സംഘം വളരണമെന്നില്ല.
കാരണം പുതുതായി ഒരു സഹകരണ സ്ഥാപനം തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള സംശയത്തിന്റെ കാഴ്ചപ്പാടോടുകൂടിയാണ് അന്ന് സമൂഹം നമ്മളെ വീക്ഷിച്ചത്. നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ഭരണസമിതി അംഗങ്ങളായ കണ്ണങ്കര ഉണ്ണികൃഷ്ണനെയും ഡാളി ആനന്ദിനെയും ആദരിച്ചു. ഭരണസമിതി വൈസ് പ്രസിഡന്റ് കാരൂർ ഗോപിനാഥൻ പിള്ള, രമാ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് പരടയിൽ സത്യൻ, കളത്തൂട്ടിൽ റഷീദ്, ആർ സുദേശൻ, ടോമി എബ്രഹാം, DV സന്തോഷ്, ശശി വൈഷ്ണവം, AIN, പ്രൊഫസർ G അലക്സാണ്ടർ, V ശശിധരൻ പിള്ള, രജി രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. കേരള തണ്ടാൻ മഹാസഭ വാർഷിക സമ്മേളനം നടത്തി. കൃഷ്ണപുരം 170 നമ്പർ ശാഖയുടെ വാർഷികമാണ് ശാഖാമന്ദിരത്തിൽ നടത്തിയത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K അനിയൻ ഉദ്ഘാടനം ചെയ്തു. കേരള തണ്ടാൻ മഹാസഭ കൃഷ്ണപുരം 170 നമ്പർ ശാഖയുടെ വാർഷിക സമ്മേളനം നടത്തി. ശാഖാമന്ദിരത്തിൽ നടത്തിയ സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K അനിയൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MV ലാൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി MV ജയലാൽ മുഖ്യപ്രഭാഷണം നടത്തി. സന്ധ്യ സിജു സ്വാഗതം പറഞ്ഞു. സുപ്രഭ ബിജു വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. പ്രമോജ് എസ്നരൻ, K മധു, M രാജേഷ്, മായ ദിലീപ്, ബിന്ദു സുനിൽ, സുധാകരൻ മേക്കാട്ടുതക്കതിൽ, സതീഷ് കുമാർ, ബിനു അങ്കമാലിക്കൽ, ബിന്ദു ദിലീപ്, ശിവപ്രിയ ബിജീഷ്, ശരണ്യ, N ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ എടുത്ത വനിതാ ഭാരവാഹികളുടെ ഒരു നിര 5 എക്സിക്യൂട്ടീവ് മെമ്പർ അടക്കം കുമാരി ശരണ്യ അടക്കമുള്ള 5 പേർ, പുതിയ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി അടക്കമുള്ള വനിതാ ഭാഗത്തിലുള്ള 5 പേർ നമുക്ക് ഗണ്യമായ സംഭാവന നൽകുകയും അവർ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ തുറന്നു പറയുകയാണ്, ഈ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ എൻ്റെ ഔദ്യോഗിക ചുമതല കാരണം എനിക്ക് പലപ്പോഴും അവരോടൊപ്പം പങ്കെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കമ്മിറ്റികളിലോ പൊതുയോഗങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം നടത്തുന്ന പരിപാടികളിലോ താലൂക്ക് യൂണിയൻ നടത്തുന്ന പരിപാടികളിലോ പങ്കെടുക്കുന്നു എന്നതിലുപരി ശാഖയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ പരിചയസമ്പന്നത ഇല്ലാതിരുന്നിട്ട് കൂടി അവരെ കൊണ്ട് കഴിയുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും, അതോടൊപ്പം എന്നോടൊപ്പം തന്നെ നിങ്ങൾ ഏവരും ഇതിനകത്ത് അംഗങ്ങളാണ്, നിങ്ങൾക്ക് ഏവർക്കും അഭിമാനിക്കാം. കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയനിൽ വനിതാ സാന്നിധ്യം പ്രവർത്തനശേഷി കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള മിടുക്ക് അല്ലെങ്കിൽ സാമർഥ്യം, അതിനുള്ള ചാലകശക്തിയായി നമ്മുടെ ശാഖയിലെ വനിതാ പ്രവർത്തകർക്ക് കഴിയുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് പത്തനാപുരത്ത് തുടക്കം. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MB ഉദ്ഘാടനം ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചടയമംഗലം പോരേടം തെരുവിൽ ഭാഗം സ്വദേശി അനീഷാണ് അറസ്റ്റിലായത്. പത്തനാപുരത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. കിഴക്കേ ഭാഗം സ്വദേശി പ്രസാദാണ് മരിച്ചത്. ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.